we can go higher than we've ever been before. We can stand tall with our backs against the wall. I'll get up, put my feet onto the ground. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ പുതിയൊരു ട്രാവൽ വീഡിയോ ആയിട്ട് വന്നേക്കാണ്. സോ ഇന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ട്രാവൽ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ മൺട്രോ തുരുത്താണ് പോയത്. അപ്പോൾ ആ ഒരു വീഡിയോ നമ്മൾ പറയുന്നുണ്ടായിരുന്നു നമ്മൾ ഇനിയും മൺട്രോ തുരുത്തി വരുമെന്ന്. നമ്മൾ മെയിൻലി ഫിഷിങ്ങിന് വേണ്ടിയിട്ടാണ് ഇന്ന് മൺട്രോ തുരുത്തി പോകുന്നത് ഗൈസ്. സോ ഞാനിപ്പോൾ നേരെ അരവിന്ദിൻ്റെ വീട്ടിലാണ് പോകുന്നത്. നമ്മുടെ ഹിമാലയനുമായിട്ടാണ് ഇന്ന് ഇറങ്ങിയേക്കുന്നത്. നമ്മൾ വേറെ റൈഡ് പോകാൻ വേണ്ടി ഇരുന്നതാണ്, ഒരു ഓഫ് റോഡ് റൈഡ് നോക്കാൻ വേണ്ടി ഇരുന്നതാണ്. പക്ഷെ എന്തോ ഇന്ന് നമ്മൾ ഈ ഒരു പ്ലാനിലോട്ട് എത്തിച്ചേർന്നു. റോസ്മല തന്നെ, റോസ്മലയും പിന്നെ വേറെ ഏതോ ഒരു സ്ഥലവും കൂടെ ഉണ്ട് കൊല്ലത്തുള്ള. അവിടെ നമ്മൾ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നത്. എന്നിട്ട് നമ്മൾ പിന്നെ അവസാനം ഇന്നൊന്ന് റിലാക്സ് ചെയ്ത് ഫിഷ് ചെയ്യാം എന്ന് കരുതി. അപ്പോൾ നമ്മൾ നേരെ മൺട്രോ തുരുത്തിലാണ് പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടാണ് നമ്മൾ വള്ളത്തിലൊക്കെ പോയത്. അപ്പോൾ ഇന്നും ആ ഒരു സെയിം വള്ളം എടുക്കും. നമ്മൾ പുള്ളിയെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിം വള്ളം എടുത്തിട്ടായിരിക്കും പോകുന്നത്. ഹിമാലയൻ എടുത്തിട്ട് ഒരുപാട് ദിവസമായി ഗൈസ്. മഴയൊക്കെ ആയതുകൊണ്ട് ബൈക്ക് എടുക്കുന്ന ഭയങ്കര പാടാണ്. ഞാനതുകൊണ്ട് ഡ്യൂക്ക് 390 മഴയത്ത് എടുത്തുകൊണ്ട് പോകുന്നത്. കാരണം അത് വാഷ് ചെയ്തെടുക്കാൻ എളുപ്പമാണ്, ഇത് വാഷ് ചെയ്തെടുക്കാൻ ഭയങ്കര പാടാണ്. ഇന്ന് അത്യാവശ്യം നല്ല വെയിലുള്ളൊരു ക്ലൈമറ്റാണ്. മഴ പെയ്യുമായിരിക്കും, വൈകുന്നേരമൊക്കെ പെയ്യുമായിരിക്കും. ബട്ട് ഇപ്പോഴത്തെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വെയിലുണ്ട്. ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ കാർമേഘം ഉണ്ടെന്ന് പറയാം. ഹിമാലയൻ്റെ ഒരു ഫുൾ യൂസർ റിവ്യൂ എൻ്റെ അരവിന്ദിൻ്റെ ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. കാരണം ഒത്തിരി പേർക്ക് ഇപ്പോൾ ഹിമാലയൻ എടുക്കാൻ ആഗ്രഹമുണ്ട്. ഈ ഒരു 2026 പോലും ഒത്തിരി പേർക്ക് ഹിമാലയനോടൊരു താല്പര്യമുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഈ 2026 എങ്ങനെയുണ്ട് ഹിമാലയൻ എടുക്കുന്നത്, നല്ല ഓപ്ഷനാണോ, നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള നമ്മുടെ ഒരു റിവ്യൂ എല്ലാം കൂടെ ചേർത്തിട്ടൊരു വീഡിയോ ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ഗൈസ്. അയ്യോ ഗൈസ്, ഇവിടെ മഴ പെയ്യാൻ തുടങ്ങി. എന്താ ചെയ്യുമോ എന്തോ, ചെറുതായിട്ട് പൊടിഞ്ഞു തുടങ്ങി. ഇവിടെ വെയിലൊന്നുമില്ല. ഓരോ ഏരിയയിലായിട്ടാണ് ഇപ്പം വെയിലും മഴയൊക്കെ നടക്കുന്നത്. കുഴപ്പമില്ല, ചെറിയ മഴയാണ്, വണ്ടി നിർത്തുന്നില്ല. നല്ല മഴ കൂടുകയാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും കയറി നിന്നിട്ട് മഴ താഴ്ന്നിട്ട് പോവാം. ഇനിയിപ്പോൾ മഴ സീസണാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങോട്ട് വന്നപ്പോൾ ഭയങ്കര ഇരുട്ട് കേട്ടോ, മഴ നല്ല കൂടിയിട്ടുണ്ട്. എന്താ ചെയ്യാനാ. ഇവിടെ കുറച്ച് നേരം നിന്നിട്ട് പോയല്ലോ.
പക്ഷെ കൂടുകയാണെങ്കിൽ നമുക്ക് ആ കടയിലോട്ട് കയറിയിരിക്കാം ഗൈസ്. കുഴപ്പമില്ലല്ലോ, പതുക്കെ പോവാം. ആക്ച്വലി റെയിൻ കോട്ടും എടുത്തില്ല, അതാണ് പ്രശ്നം. റെയിൻ കോട്ട് എടുത്തിട്ട് കാര്യമില്ല, പാൻറ് എന്തായാലും തന്നെ ഞാൻ പാൻസില്ല, കോട്ട് മാത്രമേ ഉള്ളൂ. ഗൈസ്, അപ്പോൾ നമുക്ക് അരവിന്ദിൻ്റെ വീട്ടിലെത്തിയിട്ട് കാണാം. കാര്യം എന്തെന്ന് വെച്ചാൽ മഴ പെയ്യുന്നുണ്ട്. ഞാൻ DJയിൽ വാട്ടർ പ്രൂഫ് കേസിംഗ് ഒന്നും ഇട്ടിട്ടില്ല. വാട്ടർ പ്രൂഫാണ് സാധനം, എങ്കിലും റിസ്ക് എടുക്കാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് ഇനി അരവിന്ദിൻ്റെ വീട്ടിലെത്തിയിട്ട് കാണാം ഗൈസ്. എന്നിട്ട് നമുക്ക് അവിടുന്ന് യാത്ര തിരിക്കാം. ഓ ഷിറ്റ് ഷിറ്റ് ഷിറ്റ്. നമ്മൾ അരവിന്ദിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അരവിന്ദിൻ്റെ സിസ്റ്ററിൻ്റെ മോനാണ്. മോനെ പേരെന്തുവാ? ഈഡൻ. സ്കില്ല് കാണിക്കും മോനെ. ഇതല്ല, സൈക്കിളിൽ ഇതാ നമ്മൾ ആദ്യമായി കാണാൻ പോകുന്നു ഐഡന്റെ സ്കില്ല്. എന്തായത്? ചെറുക്കന്റെ വീട്ടുകാരുടെ പരിപാടി, ലൈവ് ഷോ, ബോഡി ഷോ, മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. ഓ അടിപൊളി. അടുത്ത സ്കില്ല് വരട്ടെ. സ്കില്ല് റെക്കോർഡിംഗ് ആണ്. ഇത് സൂപ്പർ ബൈക്ക് സ്കില്ലാണ്. നമ്മൾ വണ്ടിയിൽ എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ച് അരവിന്ദ റെഡിയായോ? റെഡിയാവുന്നേ ഉള്ളൂ. നമ്മൾ ബോട്ടിൽ ഒരു ഫിഷിങ്ങിൻ്റെ എല്ലാ ഐറ്റം എടുത്ത് വെച്ചിട്ടുണ്ട്. മഴ കാണില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. അതാ നമ്മുടെ സ്കില്ലിൻ്റെ ആള്. ഓ അടുത്ത സ്കില്ല്. അപ്പം നമുക്ക് നമ്മുടെ ക്യാമറ ബാഗിൽ എടുത്ത് കാറിൽ വയ്ക്കാം. എന്നിട്ട് നമുക്ക് ചലിക്കാം. നമ്മളിതാ ഇവിടെ ഒന്ന് റീല് റോഡ് മേടിച്ച് വെക്കാനേര. സോ ഇതാണ് കട ഗൈസ്. ഇതാണ് ഗൈസ് കട. ഇത് എവിടെയാണ്? ചിറയൻകീഴാണ്. JR ഫിഷിംഗ് ടാക്കിൾസ്. ഇവിടെ വന്ന് നമ്മളൊരു അൾട്രാ ലൈറ്റ് റീലും റോഡും മേടിച്ച്. ഇവിടെ ഒരുപാട് റീല് റോഡുകളുണ്ട്, നല്ല ബ്രാൻഡുകളുണ്ട് ഗൈസ്. നമ്മൾ പിന്നെ ഈ ഹൂക്ക് ഐറ്റംസ് എല്ലാം മേടിച്ച്, പല സൈസിലുള്ളത്. ബ്രാവോയുടെ ഫിഷിംഗ് ലൈന് മേടിച്ച്. എടാ ഇതെവിടെ? റീല് റോഡ്. അതൊന്നും എടുത്ത് പിടിച്ച്. അൾട്രാ ലൈറ്റ് റീലാണ്. അൾട്രാ ലൈറ്റ് ലൂക്കാൻ്റെ അല്ലേ? ലുക്കാന. ഭയങ്കര ലൈറ്റാണ്, ഫ്ലെക്സിബിൾ ആണ്. നമുക്ക് കൊണ്ടു കിടക്കാനും കൈ പിടിച്ച് കാസ്റ്റ് ചെയ്യാനൊക്കെ
ഈ ലൈൻ ഏതാണ്? അൾട്രാലൈറ്റ്. കാരണം ലൂർ ലോങ് റേഞ്ച് പോകണമെങ്കിൽ ബ്രൈഡിന് കട്ട് കുറവായിരിക്കണം. അതാണ് നമ്മൾ അൾട്രാലൈറ്റ് മേടിച്ചത്. പൊടി കൊണ്ടായിരുന്നു 5 ഗൈസ്. നമ്മൾ മൺട്രോത്തുരുത്തിൻ്റെ ആ ഒരു ഏരിയയിൽ വന്ന് അന്ന് നമ്മൾ വന്ന ഏരിയ കാർ അവിടെ ഇട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ അന്ന് നിന്ന ഏരിയയിൽ വന്ന് ഇവിടെ മീൻ പിടിക്കാൻ വേണ്ടി മൈദാ മാവൊക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് പുതിയ റീൽ റോഡും. അഭിഷേക് അരവിന്ദ് അവിടെ ഇരിക്കുന്നത്. അരവിന്ദ് ഇന്നും എല്ലാം കിട്ടുമോടാ? അഭിഷേകെ പിടിക്കണം ഇന്ന്. നമ്മൾ മീനും കൊണ്ട് വീട്ടിൽ പോകുള്ളൂ എന്നും പറഞ്ഞ് ഇറങ്ങിയേക്കുന്നത്. നല്ല മഴ വരുന്നുണ്ട്. മഴ വരണമെങ്കിൽ നേരെ കാറ് കയറാം, അല്ല ഇത് അതിൻ്റെ അകത്ത് പോയിക്കാം. ഗൈസ്, ഞാൻ ഈ മാവൊക്കെ ഒന്ന് കുഴച്ച് സെറ്റ് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് ഫിഷിങ് തുടങ്ങാം. ഗൈസ്, നമ്മളിവിടെ വന്നിട്ട് ഇപ്പോൾ 1 മണിക്കൂറായ അഭിഷേക്? 1 മണിക്കൂറായി ഗൈസ്. ഒന്നും കിട്ടിയില്ല, ഒരു മീനും കിട്ടിയില്ല ഗൈസ്. നമ്മളിതാ ഇവിടെ എപ്പോഴും പിടിച്ചോണ്ടിരിക്കുക. അരവിന്ദ്, ഒരു മീനെങ്കിലും പിടിക്കണം, എന്നിട്ട് വേണം നമുക്ക് പോവാൻ. മീൻ പിടിച്ചില്ലെങ്കിൽ നമ്മളിന്ന് യാത്ര ഇല്ല, എന്നിട്ട് മടങ്ങിപ്പോക്കില്ല. ഇവിടെ നല്ല സീനിക് സ്ഥലം. വണ്ടി എവിടെ ഇടുക, ഇവിടെ ഇരിക്കുക സുഖമായിട്ട്, പീസ്ഫുള്ളായിട്ട്. അതെ, നമുക്ക് എന്തെങ്കിലും ഡ്രോൺ ഒന്ന് പറത്തി നോക്കിയാലോ? ശരി, ഡ്രോൺ എടുത്താലോ? ഡ്രോൺ ഗൈസ്, നമുക്ക് ഡ്രോൺ ഷോട്ടിലോട്ട് പോവാം. Cause we can go higher than we've ever been before. We can stand tall with our backs against the wall. ഗൈസ്, നമ്മൾ അവിടുന്ന് അടുത്തൊരു സ്ഥലത്ത് വന്ന് അവിടെ മീൻ കിട്ടുന്നില്ല, ഒന്നും കിട്ടുന്നില്ല. സോ നമ്മൾ വേറൊരു സ്ഥലത്ത് വന്ന് ഇവിടെ എസ്ക്രോസ് മൺട്രോ ഐലൻഡ് റിസോർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ അടുത്താണ് വന്നേക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ ഗൈസ്. നമുക്ക് ഞാൻ ഫ്രണ്ട് കാണിച്ചിരുന്നതാ, നോക്കിക്കേ ഗൈസ്, എന്ത് ഭംഗിയാണെന്ന്. ഭയങ്കര ഒരു സീനിക് സ്ഥലം തന്നെ കേട്ടോ ഈ മൺട്രോ ഐലൻഡ്. ഭയങ്കര സൈലൻറ്റ്, നീറ്റാണ്, എല്ലാം കൊള്ളാം. ഒട്ടും ബോറിംഗ് അല്ലേ ഇവിടെ. അരവിന്ദേ, വീഴല്ലേ? നല്ലൊരു സീനിക് സ്ഥലമല്ലേ അരവിന്ദേ? ഇത് നോക്കിയുണ്ട്. അരവിന്ദ് വീഡിയോ കോൾ ചെയ്യാൻ ഗൈസ്. ഹലോ, അവനെ കഴിച്ചു. അഭിഷേക് ഹായ്. അല്ല അഭിഷേക്, എവിടെയെങ്കിലും കിട്ടുമോ നമുക്ക്? നമ്മൾ മാക്സിമം ട്രൈ ചെയ്യണം ഗൈസ്. എല്ലായിടത്തും കാണുന്ന എല്ലായിടത്തും നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. മീനില്ലാത്തോണ്ടാണ് കിട്ടാത്ത ഗൈസ്. ഓക്കെ, ഇനി ഇവിടുന്ന് ഡ്രോൺ ഒന്ന് പറത്താം ഗൈസ്. എങ്ങനെ ഉണ്ടാവും നോക്കാം. കുറച്ച് സീനിക്സ് അതെങ്കിലും കിട്ടട്ടെ. എന്തായാലും നമുക്ക് മീൻ കിട്ടുന്നില്ല, അപ്പോൾ അതെങ്കിലും കിട്ടുമെന്ന് നമുക്കൊന്ന് നോക്കാം.
സോ ഗൈസ്, ഇന്ന് നമുക്ക് മീനൊന്നും കിട്ടിയിട്ടില്ല, വെറുതെ വന്നു എന്ന് പറയുന്നില്ല. കുറച്ച് ഡ്രോൺ ഷോട്ട്സ് കിട്ടില്ല എടുത്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടു കാണുമല്ലോ. അതല്ലാതെ നമുക്ക് മീൻ എന്തായാലും കിട്ടില്ല. ബട്ട് നല്ല കിട്ടില്ല വൈബുള്ള സ്ഥലമാണ് ഗൈസ് ഈ മൺട്രോ തുരുത്തുന്നത്. കുറേ പേര് കയാക്കിങ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും. ദൂരെ കണ്ടോ കയാക്കിങ്. സോ നിങ്ങൾ കയാക്കിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മൺട്രോയിൽ വരാം. മീൻ കിട്ടും. ഇന്നെന്തോ മീനധികം ഉള്ള ടൈമല്ലെന്ന് തോന്നുന്നു. നല്ലൊരു കിടിലം റോഡ്. ഈ സ്ഥലത്തിൻ്റെ പേര് എസ് വളവെന്നാണ്. ഓ, എസ് വളവ്. ഇവിടെ നമുക്ക് കാറൊക്കെ ഇട്ട് ഇവിടെ നിന്ന് വേണമെങ്കിൽ മീൻ പിടിക്കാം. ഇന്നെന്തോ നമ്മൾ പിന്നെ അധികം ടൈമൊന്നും ഇട്ടില്ല. ഇന്നും നമുക്ക് മീൻ കിട്ടിയില്ല. ഇനി എന്ത് ചെയ്യാൻ അരവിന്ദ്? നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും കിട്ടുന്നത് വരെ. We will keep on trying, guys. എന്തെങ്കിലും കിട്ടുമായിരിക്കും. യെസ്, നമുക്ക് നാളെ വേണമെങ്കിൽ പെരുമാറപ്പ് കിട്ടും. പെരുമാതുറയോ കോളോ പോയിട്ട് നോക്കാം നമുക്ക്. എന്തെങ്കിലും നമുക്ക് കിട്ടിയിരിക്കും. അപ്പൊ നിനക്ക് മീനെ പിടിച്ചിട്ട് മൊത്തം പറഞ്ഞു. അതെ അതെ. സോ ഗൈസ്, അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ. ബൈ പറഞ്ഞോ. ബൈ ഗൈസ്, ബൈ ബൈ ബൈ.